നമസ്കാരം. ഗവർണർ സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് കാണിച്ച് കേന്ദ്രത്തിനും രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രിയുടെ കത്ത്. സുരക്ഷാ പ്രോട്ടോകോൾ വിഐപിക്ക് ബാധകമല്ല എന്ന വിദഗ്ധർ. സുരക്ഷാ വാഹനം ആക്രമിച്ച SFIക്കാരെ തടയാൻ കഴിയാത്തതിൽ വിശദീകരണമൊന്നും തന്നെയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും ഇത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും കാണിച്ച് രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും രാഷ്ട്രപതിക്കുമാണ് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയ ഗവർണർ മുന്നറിയിപ്പില്ലാതെ കോഴിക്കോട് മിഠായിത്തെരുവ് സന്ദർശിച്ചതിലും കാറിൽ നിന്നും ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയതിലും സർക്കാർ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം VIP സുരക്ഷയൊരുക്കുന്ന പോലീസുകാർക്കാണ് പ്രോട്ടോകോൾ ബാധകമെന്നും VIPക്ക് പ്രോട്ടോകോൾ ബാധകമല്ല എന്നും പോലീസിലെ ഉന്നതർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഗവർണർക്ക് റൂട്ട് തിരഞ്ഞെടുക്കാനും കാറിന് പുറത്തേക്കിറങ്ങാനും അവകാശമുണ്ട്. കോഴിക്കോട് നടന്ന സംഭവത്തിൽ പ്രതിഷേധമറിയിക്കുന്ന സർക്കാർ തിരുവനന്തപുരത്ത് SFIക്കാർ ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. SFIക്കാരുടെ ആക്രമണം തടയുന്നതിൽ അന്ന് പോലീസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഗവർണർ വാഹനത്തിന് പുറത്തിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ഈ സംഭവം നേരത്തെ തന്നെ ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചന. ദില്ലിയിലേക്ക് പോകുന്നതിനായി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ഇക്കഴിഞ്ഞ 11-ാം തീയതി രാത്രി തിരുവനന്തപുരത്ത് 3 വച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം നടന്നത്. ഗവർണർ സഞ്ചരിച്ച കാറിൽ പ്രവർത്തകർ ആഞ്ഞടിച്ചതോടെ ഗവർണർ പുറത്തേക്കിറങ്ങി. തന്നെ കയ്യേറ്റം ചെയ്യാനുള്ള അവസരം മുഖ്യമന്ത്രി ഒരുക്കി നൽകിയെന്നും ഗവർണർ തുറന്നടിച്ചു. ഈ ഒരു സംഭവത്തിൽ ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ഗവർണർ പുറത്തിറങ്ങിയതോടെ SFI പ്രവർത്തകർ ഓടി ഒളിച്ചു. അതിക്രമം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ഇതാണോ എനിക്കായി നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന സുരക്ഷയെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഈ ഒരു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നിസ്സാര വകുപ്പുകളാണ് പ്രതികളായ SFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതിൽ ഗവർണർ കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രവർത്തകർക്കെതിരെ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.